കഠിന കാലാവസ്ഥ, പ്രതികൂല ഭൂപ്രദേശം, അപകടത്തെ തുടർന്ന് കാണാതായവർക്ക് വേണ്ടി അരനൂറ്റാണ്ടിനപ്പുറത്തേക്ക് നീണ്ട തിരച്ചിൽ. മൃതശരീരം പോലും തിരികെ കിട്ടില്ല എന്ന് കരുതിയിരുന്നവരുടെ അരികിലേക്കാണ് പ്രതീക്ഷ പങ്കുവച്ച ആ സന്ദേശമെത്തിയത്. മഞ്ഞുമലയിൽ കാലം പോറലേൽപ്പിക്കാതെ തോമസ് ചെറിയാന്റെ ശരീരം കാത്തുവച്ചിരിക്കുന്നു. എന്നാലും സങ്കടമുണ്ട്. പത്രം വായിച്ചപ്പോൾ ഞങ്ങളുടെ 5 മക്കളെ അപ്പൻ്റെ അമ്മയുടെ കാര്യം കേട്ടപ്പോൾ ഇന്നലെ പിന്നെ ഇത് ബോഡി കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കല്ലറയിൽ തന്നെ കൊണ്ട് നടക്കാമല്ലോ എന്നുള്ള. പ്രീ യൂണിവേഴ്സിറ്റി പഠനശേഷം 18-ാം വയസ്സിലാണ് തോമസ് ചെറിയാൻ സൈന്യത്തിൽ പ്രവേശിച്ചത്. പരിശീലന ശേഷം ക്രാഫ്റ്റ്മാനായി ലേ ലഡാക്ക് മേഖലയിൽ ആദ്യ നിയമനം. അവിടേക്കുള്ള യാത്രയ്ക്കിടെ മോശം കാലാവസ്ഥയിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ജീവനക്കാരടക്കം 102 പേരായിരുന്നു യാത്രക്കാർ. അപകടത്തിൽ എല്ലാവരും മരിച്ചു. തിരച്ചിൽ തുടരുന്നതായി ഇടയ്ക്കിടെ സൈനിക കേന്ദ്രത്തിൽ നിന്നും കുടുംബ വീട്ടിലേക്ക് കത്തുകൾ വന്നുകൊണ്ടേയിരുന്നു. വർഷം ഏറെ കടന്നുപോയതോടെ പ്രതീക്ഷകൾ അസ്തമിച്ചിരുന്നു. 56 വർഷങ്ങൾക്ക് ശേഷം ഒരു ഭൗതിക ശരീരം ആദരവോടെ ഭവനത്തിലെത്തിക്കാനും അതറിയിക്കുവാനും ഇന്നും അതിൻ്റെ ക്രമീകരണങ്ങൾ കൃത്യമായി ചെയ്യാനുമുള്ള ഒരു രാജ്യം ചെയ്യുന്ന ശരിക്കും ഒരു മനുഷ്യന് കൊടുക്കുന്ന ബഹുമതിയായിട്ടാണ് കാണേണ്ടത്. ഒരു സൈനിക സേവനം നടത്തിയ ഒരാളിന് കിട്ടുന്ന ബഹുമതി. യൂണിഫോമിൽ രേഖപ്പെടുത്തിയിരുന്ന പേരും എംപ്ലോയി നമ്പരുമാണ് തിരിച്ചറിയലിന് സഹായകമായത്. നടപടികൾ പൂർത്തിയാക്കി മൃതശരീരം വൈകാതെ ചണ്ഡീഗഡിലെത്തിക്കും. അവിടെ എംബാം ചെയ്ത ശേഷം തിരുവനന്തപുരം വഴി ജന്മനാട്ടിലേക്ക്. ബോഡിയിൽ പുള്ളിയുടെ പേരുണ്ടല്ലോ, അങ്ങനെയാണ് ആ പേരും നമ്പരും വെച്ചാണ്, തോമസ് ചെറിയാൻ എന്നുള്ള നമ്പരും വെച്ചാണ് അവരിവിടെ അന്വേഷണത്തിന് വന്നത്. അങ്ങനെ വന്നതിലാണ് അവർക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത്. ഒടാലിൽ നിന്നുള്ള വീട്ടുപേരും തിരക്കി, ഫാദറിൻ്റെ പേരും തിരക്കിയാണ് ഇവിടെ വന്നത്. എന്തായാലും ബോഡി കൊണ്ടുവന്ന് നമ്മളിവിടെ നമ്മുടെ കല്ലറയിൽ തന്നെ അടക്കണം, ഉടമ്പ കല്ലറയിൽ അടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. തോമസ് ചെറിയാൻ മരിച്ചുവെന്നുറപ്പായതോടെ രക്ഷിതാക്കൾക്ക് പെൻഷൻ ലഭിച്ചിരുന്നു. OM തോമസിന്റെ പേരിലാണ് ആദ്യം ഇതെത്തിയത്. 1998 അമ്മ ഏലിയാമ്മ മരിക്കും വരെ അത് തുടർന്നു. ഇലന്തൂർ കാരൂർ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ അച്ഛനും അമ്മയും മൂത്ത സഹോദരനും അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലാണ് തോമസ് ചെറിയാനും കുഴിമാടം ഒരുക്കുക. തിരങ്ക മൗണ്ടൻ റെസ്ക്യൂ സംഘങ്ങൾക്കൊപ്പം ചേർന്ന് സൈന്യം നടത്തിയ ദീർഘകാല ശ്രമങ്ങൾക്കൊടുവിലാണ് മൃതശരീരം കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവൻ മടങ്ങിയെത്തുമെന്നുള്ള കുടുംബാംഗങ്ങളുടെ വലിയ പ്രതീക്ഷകൾക്ക് ആശ്വാസം കൂടി പകരുന്നതാണ് മൃതശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.